ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ വിഷയത്തിൽ തുടർ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു. നേര്യമംഗലം മുതൽ വളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് 6 മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തു നിന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കും. അടിമാലിയിൽ നടന്ന NH സംരക്ഷണ സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾക്ക് പിന്നാലെ തുടർ സമര പരിപാടികൾക്കും കളമൊരുങ്ങുകയാണ്. വനം വകുപ്പിനെതിരെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം പ്രതിഷേധം ഉയരുന്നത്. വിഷയത്തിൽ സ്വീകരിക്കേണ്ടുന്ന തുടർ നടപടികളിലും ഇടപെടലുകളിലും തീരുമാനം കൈക്കൊള്ളാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാൺ ഇടണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31-ന് 6 മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. വനമേഖലയിലൂടെ കടന്നു പോകുന്ന 14.5 കിലോമീറ്റർ ദൂരത്തിന് വനം വകുപ്പിന് അവകാശമില്ലെന്നും റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും 6 മാസം മുമ്പ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതാണ്. പരിസ്ഥിതിവാദികളെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും കൂട്ടുപിടിച്ച് പാതയുടെ നിർമ്മാണത്തിന് തടയിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നിൽ വനം വകുപ്പിന്റെ രഹസ്യ അജണ്ടയാണെന്നുള്ള വിമർശനം യോഗത്തിൽ ഉയർന്നു. സർക്കാരിന് വനം വകുപ്പിന് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമായിരിക്കുന്നതെന്നും ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ ലോബിയെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷത വഹിച്ചു. അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരവേലി, ഡയസ് പുല്ലൻ, ഹാപ്പി K വർഗീസ്, MB സൈനുദ്ദീൻ, CS നാസർ, ജേക്കബ് പുല്ലൻ, PV അഗസ്റ്റിൻ, VK ബിജു, ജോൺസൺ ഐസക്, KH അലി, രാജീവ് പ്ലാമൂട്ടിൽ, ലൈജോ ജോസഫ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി.